നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ക്യാരറ്റ് മിൽക്ക് ഷേക്കാണ്. ഇപ്പോൾ ഈ ക്യാരറ്റ് ജ്യൂസൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് പോലും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു മിൽക്ക് ഷേക്കാണിത്. നമുക്ക് ആ ക്യാരറ്റിൻ്റെ കുത്തൊന്നും ഈ ഒരു മിൽക്ക് ഷേക്കിൽ അങ്ങനെ അധികം അറിയില്ല. നമ്മൾ ആ രീതിയിൽ വളരെ ടേസ്റ്റി ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ഡയറ്റിലാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഒരു മിൽക്ക് ഷേക്കാണിത് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 വലിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 5 ഈന്തപ്പഴം ഞാനൊരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 10 ബദാമും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 1 കപ്പ് പാല് വേണം. 1 നാരങ്ങ, ഒരു 4-5 ഐസ് ക്യൂബ്സ്, ആവശ്യത്തിന് പഞ്ചസാര. ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ നാരങ്ങ എടുത്തിരിക്കുന്നത്, നിങ്ങൾ മിൽക്ക് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ കുറച്ച് നാരങ്ങയുടെ നീര് ചേർക്കാം. ഇപ്പോൾ മിൽക്ക് ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നാരങ്ങ നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ മിൽക്ക് ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ ഡേറ്റ്സിൻ്റെ അകത്തുള്ള ഈ കുരു ഒന്നെടുത്ത് മാറ്റാം. ഇപ്പം നിങ്ങൾ സീഡ്ലെസ് ഡേറ്റ്സ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, അതിൽ സീഡ് ഉണ്ടാവില്ല. നമുക്ക് അങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ സീഡ്സൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഇത് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 ബദാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് ഏത് മിൽക്ക് വേണമെങ്കിലും ഇതിലെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പം ഷുഗർ വേണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഇതിൽ ഈന്തപ്പഴം ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഷുഗർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 2 ഐസ് ക്യൂബ്സും ചേർക്കാം, 2 ഏലക്കയും ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല കട്ടിക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. പക്ഷേ ഞാനിത് കുറച്ച് ഫിൽറ്റർ ചെയ്താണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് ഒന്നുകൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെള്ളത്തിന് പകരം പാല് തന്നെ ഒഴിച്ച്, ഇത് തിക്കാണെങ്കിൽ കുറച്ച് പാലൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതൊരു ഫിൽറ്റർ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുകയാണേ. നിങ്ങൾക്കിത് നല്ലതുപോലെ നല്ല വെള്ളം പോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫിൽറ്റർ വെച്ചിട്ട് അരിച്ചെടുക്കാം. എനിക്കിവിടെ കുറച്ച് തരിതരിയായിട്ടാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനൊരു വലിയ ഫിൽറ്റർ വെച്ചിട്ടാണ് അരിക്കുന്നത്. ഇപ്പം നമ്മൾ ഏലക്ക ഇട്ടിട്ടുള്ളത് കൊണ്ട് അതിന് എന്തെങ്കിലും പോഡ്സ് ഇതിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഫിൽറ്ററിൽ കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മളിതൊരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കംപ്ലീറ്റ് മീലാവും ഇത്. പിന്നെ നമുക്ക് പെട്ടെന്ന് വിശക്കൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഡയറ്റ് ചെയ്യുന്നവർക്ക് ബെസ്റ്റാണ് ഈ ഒരു മിൽക്ക് ഷേക്ക്. അതിൽ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഡയറ്റിലാണെന്നുണ്ടെങ്കിൽ. ഇപ്പം നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയി കഴിഞ്ഞു. ഇത് ഞാൻ ഇതിൻ്റെ ഒരു ജാറിലേക്ക് മാറ്റുകയാണേ. കാര്യം നമ്മളൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റുമ്പോൾ ഈ ഒരു ജാറിലാണെങ്കിൽ നമുക്ക് ഒഴിക്കാൻ എളുപ്പമായിരിക്കും. ഞാനിവിടെ ഒരു മേസൺ ജാറാണ് എടുക്കുന്നത്. ഞാനിതിലേക്ക് 2-3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മേലെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ ഷുഗർ എടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ മേലെ നമ്മുടെ ഈ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരുപാട് വെള്ളം മാതിരി ആയിട്ടില്ല, നല്ല ഒരു കൺസിസ്റ്റൻസിയിലാണ് വന്നേക്കുന്നത്. നമ്മൾ അടിയിൽ പഞ്ചസാര ചേർത്തിരിക്കുന്നത്, നമ്മൾ സ്ട്രോയിൽ ഇത് കുടിക്കുമ്പോൾ നമുക്ക് പഞ്ചസാരയും കൂടെ കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മേലെ കുറച്ചുകൂടെ പഞ്ചസാര തൂവി വിടാം നമുക്ക്. ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട്
നമുക്ക് ഇതേമാതിരി ക്യാരറ്റ് ചെറുതായിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതൊരു കത്തി വെച്ച് ചെറുതായിട്ട് സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിന് മേലെ വയ്ക്കാം. ഇനി ഇതിന് മേലെ നമുക്ക് സ്ട്രോ വെച്ച് കൊടുക്കാം. എപ്പോഴും സെർവിങ് ഗ്ലാസ്സൊക്കെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്താലേ അത് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ ഒരു പുതിന കൂടെ ഇല വെച്ച് കൊടുക്കാം. ഈ പുതിന ഇലയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് റെഡി ആയി കഴിഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ ഇതിന് ക്യാരറ്റിൻ്റെ കുത്തൊന്നും അധികം നമുക്ക് അറിയില്ല. ഇതിൽ നമ്മൾ ഈന്തപ്പഴമൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇത് ഫുൾ ബ്ലെൻഡായിട്ട് നല്ല അടിപൊളി ഒരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റും ചെയ്യണേ.